കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് 50 ദിവസം 50+20 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. പ്രധാനമായിട്ടും വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ ഇരിക്കുന്നവര് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പ്രധാനപ്പെട്ട എക്സാം നിങ്ങൾക്കറിയാം, ബിവറേജസ് എൽ ഡിയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസ് ആണ്. എന്നാണ് എക്സാം എന്ന് ചോദിച്ചാൽ 18/7/2026 പ്രിലിംസിന്റെ എക്സാം നടക്കുന്നത്. ഹാൾ ടിക്കറ്റുകൾ 4/7/2026 മുതൽ അവൈലബിൾ ആയി തുടങ്ങും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മൊത്തം 100 മാർക്കിന്റെ എക്സാം ആണ്. 50 മാർക്ക് GK, 10 മാർക്ക് കറണ്ട് അഫയേഴ്സ്, 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ്. അങ്ങനെ 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ ഭാഗമായിട്ട് അതുപോലെ ബിവറേജസ് LDയുടെ ഭാഗമായിട്ട് നമ്മുടെ പെയ്ഡ് PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാണുന്ന 9496822117 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. എന്തൊക്കെയാണ് ഈ പെയ്ഡ് PDF നോട്ട്സിൽ സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ CA നോട്ട്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സാം 70+ എക്സാമുകൾ നമ്മൾ നടത്തും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് വീക്കിലി ഒരു ക്ലാസ്സും കൂടെ ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടുത്തും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോൾ ചെയ്യരുത്, വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ ബിവറേജസ് LDയുടെയും പെയ്ഡ് PDF നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, സിലബസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് നോക്കി വയ്ക്കാം. CA 10 മാർക്കാണ്, ആനുകാലികം കറണ്ട് അഫയേഴ്സ് 10 മാർക്കാണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 10 മാർക്കാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് വരുന്ന മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട 10 മാർക്കാണ്, ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കാണ്. അടുത്ത കേരള ഭൂമിശാസ്ത്രവും അടിസ്ഥാന വിവരവും 10 മാർക്കാണ്, കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്നത് 10 മാർക്കാണ്. അടുത്ത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ജനറൽ സയൻസിന്റെ ഭാഗത്തുനിന്ന് ജനറൽ സയൻസിന്റെ നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്കും, ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, അതുപോലെ മാത്സിന്റെ ഭാഗത്ത് ലഘുഗണിതം എന്ന ഭാഗത്തു നിന്ന് 10 മാർക്കും, അതുപോലെ മാനസിക ശേഷി നിരീക്ഷണ പാഠം എന്ന ഭാഗത്തു നിന്ന് 10 മാർക്കും എന്നാണ് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 50 ദിവസത്തെ അതുപോലെ 50+20 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഡേ 1 9/5/2026. ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ഭാഗം, സംഖ്യയും അടിസ്ഥാന ക്രിയയും മാത്സിന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു സെറ്റ് അത് വർക്ക്ഔട്ട് ചെയ്യണം. 2021 മുതലുള്ളത് വർക്ക്ഔട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. അതുപോലെ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് റീഡ് ചെയ്തിരിക്കും, വായിച്ചിരിക്കണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് അത് റിവിഷൻ ആണ്. കാരണം എന്ന് പറയുന്നത് സൺഡേസിൽ നമ്മൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിവിഷൻ ഡേ ആണ്. റിവിഷൻ ഡേ ആയിരുന്നാലും കറണ്ട് അഫയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സെറ്റും ഉണ്ട്, ന്യൂസ് പേപ്പർ റീഡിങ്ങും നമ്മൾ ചെയ്തിരിക്കണം. അടുത്ത മൂന്നാമത്തെ ഡേ എന്ന് പറയുന്നത് ഡേ 3 ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ സെക്കൻഡ് ഭാഗം നോക്കുക. ലസാഗു ഉസാഗു, അതുപോലെ നമ്മുടെ മാത്സ് ഭാഗത്ത് നിന്ന് ലസാഗു ഉസാഗോ. ബാക്കി നമ്മൾ സ്ഥിരം പറയുന്ന ഭാഗമാണ്. ഞാൻ പ്രധാന പോയിന്റുകളും സ്ഥിരം പറയുന്ന പോയിന്റുകൾ പറയത്തില്ല, പ്രധാന ടോപ്പിക്ക് മാത്രം പറഞ്ഞു. നാലാമത്തെ ദിവസം ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും എന്ന ഭാഗം, ഭിന്നസംഖ്യ മാത്സിന്റെ ഭാഗത്ത് നിന്ന് ഭിന്നസംഖ്യ. അടുത്ത അഞ്ചാമത്തെ ദിവസം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ലസാഗു ഉസാഗ. ഓക്കെ, അടുത്ത് ആറാമത്തെ ദിവസം ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതിയും, അതുപോലെ ദശാംശ സംഖ്യയിൽ എന്ന ഭാഗമാണ്. ലസാഗു ഉസാഗ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ജസ്റ്റ് കൂടെ ചേർത്ത് വെക്കാം. അടുത്ത ഏഴാമത്തെ ദിവസം ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും വർഗങ്ങളും വർഗമൂലവും. ഓക്കെ, അടുത്ത എട്ടാമത്തെ ദിവസം എന്ന് പറയുന്ന പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പ്രാഥമിക അറിവ്, ശരാശരി എന്ന ഭാഗം, മാത്സിൽ ശരാശരി എന്ന ഭാഗം. 9ാം ദിവസം റിവിഷൻ ഡേ ആണ്, സൺഡേ ആണ് വരുന്നത്. 17/5 എന്ന് പറയുന്നത് സൺഡേ ആണ്, അന്ന് റിവിഷൻ ആണ് വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ എക്സാമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഡേ 10 എന്ന് പറയുന്നത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ളതാണ്. 18ാം തീയതി കേരളത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാത്സിന്റെ ഭാഗത്തുനിന്ന് ലാഭവും നഷ്ടവും എന്ന ഭാഗം. അടുത്ത 11ാമത്തെ ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമയവും ദൂരവും മാത്സിന്റെ ഭാഗത്തുനിന്ന് സമയവും ദൂരവും എന്ന ഭാഗം. അടുത്ത 12ാം ദിവസം കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയകൾ മാത്സിന്റെ ഭാഗത്തുനിന്ന്
അടുത്ത 13ാമത്തെ ദിവസം ഇന്ത്യയുടെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ മാത്സിന്റെ ഭാഗത്തുനിന്ന് ശ്രേണികൾ. അടുത്ത 14ാമത്തെ ദിവസം വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗം, അത് മാത്സിന്റെ ഭാഗത്തുനിന്ന് സമാന ബന്ധങ്ങൾ എന്ന ഭാഗം. അടുത്ത 15ാമത്തെ ദിവസം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ തരംതിരിക്കൽ, മാത്സിന്റെ ഭാഗത്തുനിന്ന് തരംതിരിക്കൽ എന്ന ഭാഗം. 16ാമത്തെ ദിവസം റിവിഷൻ ആണ്, അത് സൺഡേ ആണ് വരുന്നത്, അപ്പോൾ റിവിഷൻ. 17ാമത്തെ ദിവസം ആറ്റത്തിന്റെ ഘടനയും. അടുത്ത അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, മാത്സിന്റെ ഭാഗത്തുനിന്ന് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. 18ാം ദിവസം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന ഭാഗം, ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് മാത്സിന്റെ ഭാഗത്തുനിന്ന്. 19ാമത്തെ ദിവസം അയിരുകളും ധാതുക്കളും എന്ന ഭാഗം, മൂലകങ്ങളും അവയുടെ വർഗീകരണവും. വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് മാത്സിന്റെ ഭാഗത്ത് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്ത 20ാമത്തെ ദിവസം ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നാണ്. സ്ഥാനനിർണയം, മാത്സിന്റെ ഭാഗത്ത് സ്ഥാനനിർണയം. അടുത്ത 21ാമത്തെ ദിവസം ഹൈഡ്രജനും ഓക്സിജനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സംഖ്യയും അടിസ്ഥാന ക്രിയകളും എന്ന ഭാഗം. 21ാമത്തെ ദിവസം മാത്സിന്റെ ഭാഗത്തുനിന്ന് സംഖ്യയിലും അടിസ്ഥാന ക്രിയകളും. അടുത്ത 22ാമത്തെ ദിവസം ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. ലസാഗു ഉസാഗ, ഓക്കെ, റിപ്പീറ്റ് ചെയ്യാണ് മാത്സിന്റെ കാര്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും 50 ദിവസത്തെ ഉൾപ്പെടുത്താനുള്ള ടോപ്പിക് അതിനകത്തുള്ള ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. 23ാമത്തെ ദിവസം വീണ്ടും റിവിഷൻ ആണ്, സൺഡേ ആണ് വരുന്നത്. ഇത്രയും ദിവസത്തെ റിവിഷൻ ചെയ്യാം. 24ാമത്തെ ദിവസം രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ 1-6, ഓക്കെ, ഇത് ഭിന്നസംഖ്യകൾ എന്ന ഭാഗം. അടുത്ത 25ാമത്തെ ദിവസം മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്, മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ദശാംശ സംഖ്യകൾ എന്ന ഭാഗം ഒന്ന് റിവിഷൻ ചെയ്യാം. അടുത്ത 26ാമത്തെ ദിവസം ദ്രവ്യവും പിണ്ഡവും എന്ന ഭാഗം, അതുപോലെ തന്നെ ഊർജവും പ്രവൃത്തിയും ഊർജവും എന്ന ഭാഗം. മാത്സിന്റെ ഭാഗത്ത് വർഗവും വർഗമൂലവും. അടുത്ത 27ാമത്തെ ദിവസം വിവരാവകാശ കമ്മീഷൻ എന്നിവയെ കുറിച്ചുള്ള സംബന്ധിച്ച അറിവുകളാണ്. അടുത്ത മാത്സിന്റെ ഭാഗത്ത് ശരാശരിയാണ്. 28ാമത്തെ ദിവസം ഊർജവും അതിന്റെ പരിപ്രവർത്തനവും താപവും ഊഷ്മാവും എന്ന ഭാഗം. മാത്സിന്റെ ഭാഗത്തുനിന്ന് ദശാംശ സംഖ്യകൾ എന്ന ഭാഗം. 29ാമത്തെ ദിവസം കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ലാഭവും നഷ്ടവും എന്ന ഭാഗം ഓർത്തുവയ്ക്കാം. അടുത്ത 30ാമത്തെ ചോദ്യം റിവിഷൻ, 30ാമത്തെ ദിവസം റിവിഷൻ ആണ്, സൺഡേ ആണ്. അടുത്ത 31ാമത്തെ ദിവസം പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ഭാഗം. മാത്സിന്റെ ഭാഗത്തുനിന്ന് സമയവും ദൂരവും. 32ാമത്തെ ദിവസം നദികളും കായലും എന്ന ഭാഗം നോക്കുക. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ നോക്കുക, മാത്സിന്റെ ഭാഗത്തുനിന്ന്. അടുത്ത 33ാമത്തെ ദിവസം ശബ്ദവും പ്രകാശവും എന്ന ഭാഗം നോക്കുക, ശ്രേണികൾ എന്ന ഭാഗം നോക്കുക. അടുത്ത 34ാമത്തെ ദിവസം വിവിധ വൈദ്യുത പദ്ധതികൾ നോക്കുക, സമാന ബന്ധങ്ങൾ എന്ന മാത്സിന്റെ ഭാഗത്ത് സമാന ബന്ധങ്ങൾ. 35ാം ദിവസം സൗരയുധവും സവിശേഷതയും എന്ന ഭാഗം. മാത്സിന്റെ ഭാഗത്ത് തരംതിരിക്കൽ. 36ാം ദിവസം വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, അത് മാത്സിന്റെ ഭാഗത്തു നിന്നാണ്. അടുത്ത 37ാമത്തെ ദിവസം സൺഡേ ആണ്, അന്ന് റിവിഷൻ ആണ്, ശ്രദ്ധിക്കുക, റിവിഷൻ ചെയ്യാം. 38ാമത്തെ ദിവസം മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്, ഒറ്റയാനെ കണ്ടെത്തൽ, മാത്സിന്റെ ഭാഗത്തുനിന്ന്. 39ാമത്തെ ദിവസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അടുത്ത മാത്സിന്റെ ഭാഗത്ത് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്ത 40ാമത്തെ ദിവസം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അയ്യങ്കാളിയെ കുറിച്ച് നോക്കാം. അതുപോലെ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചരിത്രവും എല്ലാ വിവരങ്ങളും അതിന് ഉൾപ്പെടുത്തും. അടുത്ത മാത്സിന്റെ ഭാഗത്തുനിന്ന് സ്ഥാനനിർണയമാണ്. 41ാമത്തെ ദിവസം ചട്ടമ്പി സ്വാമികൾ എന്ന ഭാഗമാണ് നോക്കുന്നത്, നവോത്ഥാന നായകൻ. അടുത്ത സംഖ്യകളും അടിസ്ഥാന ക്രിയകളും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, അതിൽ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. അടുത്ത 42ാം ദിവസം ശ്രീനാരായണ ഗുരു, അതുപോലെ മാത്സിന്റെ ഭാഗത്ത് ലസാഗു ഉസാഗ പ്രീവിയസ് ഇയർ ചോദ്യം, ഭിന്നസംഖ്യകൾ എന്നത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 43ാമത്തെ ദിവസം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ ദശാംശ സംഖ്യയിൽ വർഗവും വർഗമൂലവും പ്രീവിയസ് ഇയർ ചോദ്യം. 44ാമത്തെ ദിവസം റിവിഷൻ ആണ്, സൺഡേ വരുന്നത്, റിവിഷൻ ആണ്. അടുത്ത 45ാമത്തെ ദിവസം VT ഭട്ടതിരിപ്പാട്, വർഗവും വർഗമൂലവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 46ാമത്തെ ദിവസം കുമാരഗുരുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം, പോയിന്റുകൾ നോക്കാം. അതേപോലെ തന്നെ മാത്സിന്റെ ഭാഗത്ത് നിന്ന് ശരാശരിയുടെ PYQ. 47ാമത്തെ ദിവസം മന്നത്ത് പത്മനാഭവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മാത്സിന്റെ ഭാഗത്ത് നിന്ന് ലാഭവും നഷ്ടവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 48ാമത്തെ ദിവസം അക്കമ്മ ചെറിയാനും അന്നാചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. മാത്സിന്റെ ഭാഗത്ത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ഓക്കെ, ഇത് ബോർഡ് മാസ്റ്റർ റൂളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്ത 49ാമത്തെ ദിവസം വാഗ്ഫടാനന്ദൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട മാത്സിന്റെ ഭാഗത്ത് ശ്രേണികൾ സീരീസ്, ഓക്കെ, ശ്രേണികൾ എന്ന ഭാഗം. 50ാമത്തെ ദിവസം കുര്യാക്കോസ് സീരിയസ് ചവറയും മറ്റു നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മാത്സിന്റെ ഭാഗത്ത് സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ എന്നിവ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അടുത്ത 51ാമത്തെ ദിവസം എന്ന് മുതൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഡേ 1 മുതൽ 50 വരെ
നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുന്നു. അതെങ്ങനെയാ വരുന്നത്? 51ാമത്തെ ദിവസം ഡേ 134. ഓക്കെ, 134 എന്ന് പറയുമ്പോൾ 2 കിടക്കും എന്ന് ചോദിച്ചാൽ 2 എന്ന് പറയുന്ന സൺഡേ ആണ്, അതുകൊണ്ടാണ് 2 ഒഴിവാക്കിയിട്ട് 134 ഡേയ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. 52ാം ദിവസം വീണ്ടും അത് തന്നെയാണ്, ഡേ 4, 5, 6 റിവൈസ് ചെയ്യാം. ഡേ 53 എന്നുള്ള 6, 7, 8 റിവൈസ് ചെയ്യാം. 54 എന്ന് പറഞ്ഞാൽ 8 and 11 റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ റിവൈസ് ചെയ്തോ 70ാമത്തെ ദിവസം 17/7/2026 നമ്മൾ ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്തോ 18ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിന് പ്രിപ്പയർ ആയിട്ട് പോവുക. അപ്പൊ ഈ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതലും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഫോളോ ചെയ്യാൻ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാണ്. ഈ ലിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാം. ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്കും ഷെയറും ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. 9496621117 വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.